692 സ്ക്വയർ ഫീറ്റിൽ 10 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യാവുന്ന ഫുള്ളി കണ്ടംപററി വിത്ത് ഫ്ലാറ്റ് റൂഫ് സ്റ്റൈലുള്ള ഈ ഒരു വീടിൻ്റെ പ്ലാനും 3D എലിവേഷനുമാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3D എലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്. സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു സിറ്റ് ഔട്ട്, അത്യാവശ്യം വലുപ്പമുള്ള 138 സെൻറ്റിമീറ്റർ വീതിയും 11 ഫീറ്റ് നീളവുമുള്ള ഒരു സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ 3Dയിൽ കണ്ടാൽ തന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഫുൾ ലെങ്ത്തിന് നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നൊരു ഹാഫ് ലെങ്ത്തിനുള്ളൊരു ചെറിയ സ്റ്റെപ്പും. സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. 3 പാനലോട് കൂടിയ വെന്റിലേഷനാണ് സിറ്റ് ഔട്ടിൻ്റെ വാളിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലിവിങ് ഏരിയയിലും 3 പാനലിൻ്റെ ഒരു വിൻഡോയും നൽകിയിരിക്കുന്നു. എൽ ഷേപ്പിലായി 6 സീറ്ററോട് കൂടിയ ലിവിങ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഇവിടെ ഒരു 4 സീറ്ററോട് കൂടിയ ഡൈനിങ് ടേബിളും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പാർട്ടീഷൻ വാളിൻ്റെ ഡിസൈന് നമുക്ക് ഗ്ലാസ്സിലോ ഒക്കെ നൽകാവുന്നതാണ്. അപ്പോൾ ഈ വിൻഡോ ഒന്ന് നീക്കിയിട്ട് ഇവിടേക്ക് മാറ്റേണ്ടി വരും. ഇവിടെ ഒരു സിംഗിൾ പാനൽ വിൻഡോയും നൽകേണ്ടി വരും. ഇപ്പോൾ ക്ലയൻറ്റ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ പാർട്ടീഷൻ വാൾ ഒഴിവാക്കിയിട്ട് ഒറ്റ ഹാളായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചൻ്റെ അളവ് നൽകിയിരിക്കുന്നത് 11 ഫീറ്റ് നീളവും അതുപോലെ തന്നെ 234 സെൻറ്റിമീറ്റർ വീതിയുമാണ്. ഈ ഒരു കിച്ചൺ വേണമെങ്കിൽ ഓപ്പൺ കിച്ചണായിട്ടും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പാർട്ടീഷൻ വാൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു 2 സീറ്ററോട് കൂടിയ കൗണ്ടർ സ്പേസ് എല്ലാം നൽകിയിട്ട് ഇതൊരു ഓപ്പൺ കിച്ചണായിട്ടും നൽകാവുന്നതാണ്. കിച്ചണിൽ എൽ ഷേപ്പിലായിട്ട് നമുക്ക് സ്ലാബ് നൽകാവുന്നതാണ്. സ്റ്റൗവും സിങ്കും അതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജിൻ്റെ പോർഷനും നൽകാവുന്നതാണ്. ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. 2 ബെഡ്റൂമും അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് ഇവിടെ നമ്മൾ ഒരു മാസ്റ്റർ ബെഡ്റൂം 312 സെൻറ്റിമീറ്റർ നീളവും 276 സെൻറ്റിമീറ്റർ വീതിയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് ബെഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബെഡിൻ്റെ ഹെഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 2 ഡോർ വാർഡ്രോബ് സ്പേസും അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റഡി യൂണിറ്റും നൽകാവുന്നതാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു കുളിമുറി സ്പേസും 150x150 നൽകിയിരിക്കുന്നു. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ ഇവിടെ ഒരു ഷവറും ഇവിടെ ഒരു WCയും നൽകാവുന്നതാണ്. രണ്ടാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത് സെയിം സൈസിൽ തന്നെയാണ് 276x312 സെൻറ്റിമീറ്റർ സൈസിൽ. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ടോയ്ലറ്റും ഇവിടെ ഒരു വാഷ് ബേസിനും ഷവറും WCയും നൽകാവുന്നതാണ്. ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ടോട്ടൽ 696 സെൻറ്റിമീറ്റർ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ നൽകിയിരിക്കുന്നത്. എലിവേഷനിൽ റൈറ്റ് സൈഡിൻ്റെ ബെഡ്റൂമിൻ്റെ ടോപ്പിലായിട്ട് ഇവിടെയാണ് നമ്മളെ മെയിൻ സ്ലാബ് വരുന്നത്. ഇവിടെ ഒരു 2 ഫീറ്റിന് പാരപ്പറ്റ് നൽകി നമ്മൾ റൂഫിൽ നിന്നും അതായത് പാരപ്പറ്റിൽ നിന്നും പുറത്തോട്ട് 2 അടിക്ക് സ്ലാബ് ചെയ്തിട്ടാണ് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഷോ വാൾ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ സ്ലാബിൻ്റെ ഒരു ഹൈറ്റ് അറിയില്ല, ഇത്തിരി ഹൈറ്റുള്ള ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു വീട് അത്യാവശ്യം ഭംഗിയോടുകൂടി തന്നെ കിട്ടുന്നതാണ്. ഈ ഒരു ഷെയ്ഡിൻ്റെ ഡിസൈന് ലെഫ്റ്റും റൈറ്റും വാട്ടർ കട്ടിങ് ടോപ്പിൽ നൽകി ഒരു 1 ഫീറ്റിന് താഴോട്ട് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അതേ സി ടൈപ്പ് തിരിച്ചിട്ട മോഡലൊരു ഫ്ലവർ ബേസിനും താഴെ നൽകിയിട്ടുണ്ട്. ഒരു 3 പാളിയുടെ വിൻഡോ ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വിൻഡോ ഇപ്പോൾ നമ്മൾ സാധാരണ റൂമുകൾക്കെല്ലാം വെന്റിലേഷൻ അതായത് ടോപ്പിൽ എയർ ഹോൾ നൽകാറില്ല. എയർ ഹോളിന് പകരം ഈ ഒരു വിൻഡോൻ്റെ ഈ ഒരു സിംഗിൾ പാളി മാത്രം ഓപ്പൺ ചെയ്താലും നമുക്ക് യൂസ് കിട്ടുന്നതാണ്. അതായത് AC എല്ലാം വെച്ച് കഴിഞ്ഞാൽ എയർ ഹോളിൻ്റെ വഴി നമ്മൾ അടച്ചിടാറാണ് പതിവ്. അതുകൊണ്ട് ഇപ്പോൾ ആരും എയർ ഹോൾ സിസ്റ്റം കൊടുക്കാറില്ല. ഈ ഒരു വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ നമ്മൾ പ്ലാനിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സിംഗിൾ സ്റ്റെപ്പും അതുപോലെ തന്നെ ഒരു ഫുൾ ലെങ്ത് സ്റ്റെപ്പാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഇവിടെയായിട്ടൊരു ഫ്ലവർ ബേസിനും നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ ലൈറ്റ് എൽ ഷേപ്പിലായ ഒരു പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും 4 എണ്ണം ലെഫ്റ്റും 3 എണ്ണം റൈറ്റും നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ പാരപ്പറ്റ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പില്ലറുമ്മലും അതുപോലെ തന്നെ
ഈ ഒരു പാരപ്പറ്റിൻ്റെ ഈ ഒരു ഡിസൈനുമേൽ മാത്രമാണ് ക്ലാഡിംഗ് സ്റ്റോൺ വർക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് മെയിൻ സ്ലാബ് വരുന്നത്. മെയിൻ സ്ലാബിൻ്റെ ടോപ്പിലായി ഒരു 1.5 ഫീറ്റിനായിട്ട് പാരപ്പറ്റ് കെട്ടി ഇവിടെ എൽ ഷേപ്പിലായി സ്റ്റീൽ പൈപ്പും നൽകിയിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ മെയിനായിട്ട് നമ്മൾ 10 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു ഫുള്ളി കണ്ടംപററി ഫ്ലാറ്റ് റൂഫ് ഡിസൈനിൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. വർക്ക് എപ്പോഴും എടുക്കുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഫുൾ കോൺട്രാക്റ്റ് അല്ല, വർക്ക് കോൺട്രാക്റ്റ് നൽകി മെറ്റീരിയൽ ക്ലയൻറ്റ് നൽകി ചെയ്യിക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു റേറ്റിന് ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു വീടിൻ്റെ സ്ട്രെയിറ്റ് വ്യൂയിലേക്ക് പോവുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ സ്ട്രെയിറ്റ് വ്യൂ. സിറ്റ് ഔട്ടിലായി ഫുൾ ലെങ്ത് ആയത് 180 ഹൈറ്റിനാണ് നമ്മൾ നൽകിയിരിക്കുന്നത്, ഹൈറ്റ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിഡ്ത്ത് എല്ലാ വിൻഡോയിൻ്റെയും 150 ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വിൻഡോൻ്റെ 150x150 ആണ് സൈസ് നൽകിയിരിക്കുന്നത്. 150 വീതി 150 ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് രണ്ടും പെയിൻറ്റിങ് വർക്കും ഇത് നമ്മൾ പ്ലാസ്റ്ററിൽ ചെയ്യുന്ന ഗ്രൂവ്സും അതുപോലെ തന്നെ ഒരു സിമ്പിൾ ഡിസൈനുമാണ്. വല്ലാതെ കോസ്റ്റ് വരാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനത്തെ പെയിൻറ്റിങ് വർക്കിലെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഒരു വീടിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് ആ ഒരു വീടിൻ്റെ മെറ്റീരിയൽ സെലക്ഷനും അതുപോലെ തന്നെ പ്ലാനും 3D എലിവേഷനും വെച്ചിട്ടാണ്. ഇപ്പം നോർമലി നമ്മൾ ബ്ലോക്ക് വർക്കിൽ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ വെട്ടുകല്ല് യൂസ് ചെയ്യാറുണ്ട്, ലാറ്ററൈറ്റ് സ്റ്റോണ്. അതുപോലെ തന്നെ നമുക്ക് വെട്ടുകല്ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിമൻറ്റ് ബ്ലോക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സിമൻറ്റ് ബ്ലോക്ക് ചെയ്യുമ്പോൾ വെട്ടുകല്ലിൻ്റെ അപേക്ഷിച്ചിട്ട് ഒരു 30 രൂപ 40 രൂപ വ്യത്യാസം വരും. ഓക്കെ, ഒരു ബ്ലോക്കുമ്പോൾ ഒരു 30-40 രൂപ വ്യത്യാസം വന്ന ഒരു 1000 സ്ക്വയർ ഫീറ്റുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു 50,000 ഡിഫറൻസ് വരും. അപ്പോൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മളുടെ ബഡ്ജറ്റ്. ഇപ്പോൾ മരത്തിൻ്റെ പോലെ തന്നെ സ്റ്റീലിനും ഒരേ റേറ്റാണ് വരുന്നത്. സ്റ്റീലിൻ്റെ വിൻഡോസ് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് മരത്തിൻ്റെ യൂസ് ചെയ്യുന്നതായിട്ട് കുറവ് വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ആഞ്ഞിലി അല്ലെങ്കിൽ കരുവേലകൊക്കെ യൂസ് ചെയ്തിട്ട് മരത്തിൻ്റെ കട്ടില കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ വരുന്ന റേറ്റിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ സ്റ്റീലിൻ്റെ വിൻഡോസ് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ മരം തന്നെ സെലക്ട് ചെയ്യായിരിക്കും, അത്യാവശ്യം ട്രീറ്റ് ചെയ്ത മരം സെലക്ട് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ മെയിൻ ഡോറ് കാര്യങ്ങളല്ലെങ്കിൽ നമ്മൾ ബെഡ്റൂം ഡോറൊക്കെ എപ്പോഴും വർക്ക് ഫിനിഷ് ആവുന്ന നേരം, അതായത് പ്ലാസ്റ്റർ വർക്കിന് ശേഷം നമ്മളെ യൂട്യൂബ് ചാനൽ നൽകിയിട്ടുണ്ട്. നമ്മൾ കട്ടില ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് ചെതൽ കാര്യങ്ങൾ വരുന്നതിൽ നിന്ന് കുറവും കിട്ടും. ഇപ്പോൾ മെയിൻ ഡോറ് കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു മെയിൻ ഡോറ് ഇപ്പോൾ ഈ ഒരു 3D എലിവേഷൻ നൽകിയിരിക്കുന്ന മെയിൻ ഡോറ് ചെയ്യാൻ നമുക്ക് തേക്കിൽ തന്നെ നോർമലി 6 ഇഞ്ചിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 30,000-40,000 രൂപയാണ് റേഞ്ച് വരുള്ളൂ. കട്ടിലിയും ഡോറും അടക്കം അത്രയാണ് റേഞ്ച് വരുള്ളൂ. അത് ആഫ്റ്റർ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ചെതൽ കാര്യങ്ങൾ ഒരു മാക്സിമം കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ 2D പ്ലാനും 3D എലിവേഷനും ഒക്കെ ചെയ്യുന്നത്, അതായത് 2D പ്ലാനിൽ ഇപ്പോൾ നോർമലി ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ ഒരു 10x10 റൂമാണെങ്കിൽ 10 ഫീറ്റ് ബൈ 10 ഫീറ്റ് അത്യാവശ്യം 100 സ്ക്വയർ ഫീറ്റാണ് വരിക ഒരു റൂം. ആ ഒരു 100 സ്ക്വയർ ഫീറ്റ് നമ്മൾ വാളിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ 3 മീറ്റർ പ്ലസ് 3 മീറ്റർ 6 മീറ്ററാണ് ടോട്ടൽ വരിക. അതേ ഏരിയയാണ് വരുന്നത് നമ്മളൊരു 50 ഫീറ്റ് നീളും 2 ഫീറ്റ് വീതിയുള്ള ഒരു റൂം എടുക്കുമ്പോൾ ഏരിയ സെയിം ആണ് 100 ഫീറ്റ്. പക്ഷേ നീളം വൈസ് നോക്കുമ്പോൾ 50 ഫീറ്റ് നീളം പ്ലസ് 2 ഫീറ്റ് നീളം എടുക്കുമ്പോൾ 52 ഫീറ്റ്. മറ്റതിൽ നമ്മൾ 20 ഫീറ്റ് ഉള്ളത് ഇത് 52 ഫീറ്റ് വാളായി. അങ്ങനെയാണ് നമ്മൾ വാളിൻ്റെ ലെങ്ത് കൂടിയും വെച്ചിട്ടാണ് നമ്മളൊരു വീടിൻ്റെ എസ്റ്റിമേറ്റഡ്. ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യാൻ ഒരു പ്ലാനിന് ഈ പറഞ്ഞ പോലെ ഒരു 15 ലക്ഷം രൂപയാണെങ്കിൽ നമ്മളുടെ വാളിൻ്റെ ലെങ്ത് അകത്തത്തെ നോക്കിയിട്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വേറൊരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ചിലപ്പോൾ അതിനും കുറവാണ് വരാറുള്ളൂ. അതിന് കാരണം ഇതാണ്.